തമിഴ്നാട്ടിലേക്ക് നമുക്ക് പോകേണ്ടി വരുന്നു. അവിടെ ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്തു എന്നാണ് ഏറ്റവും പുതിയ വാർത്ത പുറത്തു വരുന്നത്. ഉദയനിധി സ്റ്റാലിനെ ചോദ്യം ചെയ്യുകയാണ് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. വിവാദ പ്രസ്താവന, അധിക്ഷേപ പരാമർശം നടത്തിയ ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്തു പോലീസ് എന്നതാണ് പ്രധാനപ്പെട്ട നീക്കം. മുഖ്യമന്ത്രിക്കെതിരെ നടത്തുന്ന ഒരു നീക്കം കൂടിയായി ഇത് മാറുകയാണ്. കാവേരി വിഷയത്തിലെ പരാമർശമാണ് തമിഴ്നാട്ടിലെ മുഖ്യ വിഷയമാണ്. കർണാടക തമിഴ്നാട് തർക്ക വിഷയത്തിൽ ഉള്ള നീക്കം. ഇതാ DMK പ്രവർത്തകരുടെ വലിയ പ്രതിഷേധം കാണുന്നുണ്ട്. അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഉദയനിധി സ്റ്റാലിനെ DMKയിലെ രണ്ടാമനെ ഇതാ പോലീസ് പിടികൂടുന്നു. ഭരണമാറ്റം, തമിഴ്നാട്ടിലുണ്ടാവുന്ന വലിയ നീക്കം, വിവാദ പ്രസ്താവന, കാവേരി വിഷയത്തിലെ ദ്വയാർത്ഥ പരാമർശത്തിലാണ് ഇപ്പോഴത്തെ ഈ അറസ്റ്റ് എന്നതാണ് സാഹചര്യം. വലിയ പ്രധാനപ്പെട്ട നീക്കമാണ്. ഇതാ അവിടുത്തെ എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങളും ഏറെക്കുറെ DMK ഒഴികെ ബാക്കി എല്ലാവരും ഉദയനിധി സ്റ്റാലിൻ്റെ പരാമർശത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് എന്നത് കൂടിയാണ്. കോൺഗ്രസ് അടക്കമുള്ളവർ കടുത്ത നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒപ്പം CPM അടക്കമുള്ളവും ഈ നീക്കം നടത്തിയിട്ടുമുണ്ട്. ഉദയനിധി സ്റ്റാലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയാണ്. വലിയ പ്രതിഷേധമാണ് DMK പ്രവർത്തകർ തമിഴ്നാട്ടിൽ നടത്തുന്നത്. എന്തായാലും വലിയ രാഷ്ട്രീയ വിവാദം. തമിഴകത്തിൽ ദ്വയാർത്ഥ പരാമർശം നടത്തിയ DMKയിലെ രണ്ടാമൻ ഉദയനിധി സ്റ്റാലിൻ പോലീസ് കസ്റ്റഡിയിൽ, ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കസ്റ്റഡിയിലെടുക്കുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കും. തുടർ നീക്കങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സജയ് കുമാർ ചേരുന്നു. സജയ് കുമാർ, വളരെ പ്രധാനപ്പെട്ട നീക്കമാണല്ലോ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഇത് എന്താണ് തമിഴകത്ത് സംഭവിക്കുന്നത്? DMKയുടെ പ്രതിഷേധം എങ്ങനെ? സജിത്, തീർച്ചയായും. അതായത് ഇന്നലെ ഇത് വിവാദ പരാമർശം ഉണ്ടാകുന്നു. അതിനെ തുടർന്ന് വനിതാ വിഭാഗം TVKയുടെ വനിതാ വിഭാഗം നൽകിയ പരാതിയെ തുടർന്ന് തഞ്ചാവൂർ പോലീസ് കേസെടുക്കുന്നു. ഇന്ന് രാവിലെ തന്നെ ഉദയനിധിയുടെ നീലാങ്കരയിലെ വീട്ടിന് മുന്നിൽ പോലീസ് സന്നാഹം വളഞ്ഞിരുന്നു. ഇതിനെ തുടർന്ന് DMK പ്രവർത്തകരുടെ വൻ പ്രതിഷേധം ഉണ്ടാകുന്ന അത് അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ പ്രതിപക്ഷ നേതാവും DMKയുടെ നേതാവുമായ ഉദയനിധി സ്റ്റാലിനെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. അന്വേഷണത്തിനായി കൊണ്ടുപോകുന്നു എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാൽ ഇത് റിമാൻഡിലേക്ക് നീങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് തമിഴ്നാട്ടിൽ വലിയൊരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് മാറുമെന്നുള്ളത് ഉറപ്പാണ്. കോടതിയെ സമീപിച്ചിരുന്നു. DMKയുടെ தொடர்ந்து எதிர்கட்சி எம்எல்ஏக்கள் அதே மாதிரி இப்ப எதிர்கட்சி தலைவர் கைது சார் எதிர்கட்சி எம்எல்ஏ கைது BV വിനോദ് കൂടി നമുക്കൊപ്പം. വിനോദ്, വളരെ പ്രധാനപ്പെട്ട നീക്കമാണല്ലോ. പ്രതിപക്ഷ നേതാവാണ് ഇത്തരമൊരു വിവാദ പരാമർശത്തിൽ പോലീസിന്റെ കസ്റ്റഡിയിലാവുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്താൻ തന്നെയായിരിക്കാം നീക്കം. കോടതിയുടെ ഇടപെടലടക്കം ഉണ്ടായേക്കാം. എന്താണ് തമിഴക രാഷ്ട്രീയത്തിൽ ഇതിന്റെ പ്രതിഫലനം? വിജയുടെ മുഖ്യമന്ത്രിയുടെ നീക്കം എങ്ങനെയാണ്? മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ പ്രതികരണം എന്താണ് തമിഴകത്ത് സംഭവിക്കുന്നത്? ഇതൊരു ദ്വയാർത്ഥ പ്രയോഗവുമായി ബന്ധപ്പെട്ട നടപടികളാണ് ഇപ്പോൾ ഉദയനിധിയുടെ അറസ്റ്റിൽ കലാശിച്ചിരിക്കുന്നത്. കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ തർക്കങ്ങൾ നടക്കുകയാണ്. കർണാടകയും തമിഴ്നാടും തമ്മിലുള്ള തർക്കം തുടരുകയാണ്. ഇതിനിടയിൽ ചില സന്ധി സംഭാഷണങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമം വിജയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്നാൽ DK ശിവകുമാർ അതിന് തയ്യാറായില്ല. വിജയുടെ ജനനായകൻ സിനിമ ഉൾപ്പെടെ കർണാടകയിൽ തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഉദയനിധിയുടെ പ്രസംഗമുണ്ടായത്. തൃഷയുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും ചില ദ്വയാർത്ഥ പ്രയോഗങ്ങൾ
ആരോപണങ്ങൾ നടത്തുകയായിരുന്നു. അത് വിജയെ ആക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു ഈ പരാമർശങ്ങൾ. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഉദയനിധിയുടെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു, 12 വരെ അറസ്റ്റിന് തടസ്സമുണ്ടായിരുന്നു. പക്ഷേ പോലീസ് വസതിയിലെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോവുകയാണ്, പോലീസിൻ്റെ തന്നെ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോവുകയാണ്. വീടിന് മുന്നിൽ വലിയ പ്രതിഷേധമുണ്ട്, DMK പ്രവർത്തകരുടെ പ്രതിഷേധമാണ്. ഇത് വലിയ രാഷ്ട്രീയ കോളിളങ്ങൾക്ക് വഴിവെക്കും എന്ന കാര്യവും ഉറപ്പാണ്. കാരണം വിജയ് സർക്കാർ വന്നത് മുതൽ തന്നെ DMK TVK ഏറ്റുമുട്ടൽ അതിശക്തമായി നടന്നിരുന്നു. പലപ്പോഴും സഭയ്ക്കകത്തും പുറത്തുമൊക്കെ, തമിഴ്നാട് നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ ഈ വാക്പോര് നടന്നിരുന്നു. സ്റ്റാലിനെയും ഉദയനിധിയെയും ഒക്കെ വലിയ തോതിൽ ആക്രമിക്കുന്ന നിലയിലേക്ക് പോയിരുന്നു. പ്രത്യേകിച്ച് ഇടയ്ക്ക് വിജയുടെ ഭാഗത്ത് നിന്ന് സ്റ്റാലിനോട് ബഹുമാനമുണ്ട് എന്ന ഒരു പരാമർശമുണ്ടായി. എന്നാൽ ഉദയനിധിയെ അതിശക്തമായി നേരിടുന്ന നിലയിൽ തന്നെയായിരുന്നു വിജയുടെ പല പ്രസംഗങ്ങളും. ഈ അപ്പൂപ്പൻ്റെയും അച്ഛൻ്റെയും ഒക്കെ തണലിൽ വളർന്നു വന്ന നേതാവ് എന്ന തരത്തിലൊക്കെയുള്ള വലിയ ആക്ഷേപം പലപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പരിഹാസങ്ങൾ വിജയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇതിനൊക്കെ ഉള്ള മറുപടി എന്നോണമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ. ഒരുപക്ഷെ വിജയുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഭാര്യ സംഗീതവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയുള്ള തർക്കങ്ങൾ, ഈ വിവാഹമോചനം അല്ലെങ്കിൽ ജീവനാംശ കേസ്, പിന്നീട് അതിൻ്റെ ഒത്തുതീർപ്പ്, ഇത്തരം കാര്യങ്ങളെല്ലാം വലിയ തോതിൽ ചർച്ചയായിരുന്നു. അവിടെയാണ് തൃഷയുടെ ഇടപെടലുണ്ടായത്. വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മുതൽ തന്നെ വലിയ ശ്രദ്ധാകേന്ദ്രമായിരുന്നു തൃഷ. വിജയ് 2 മണ്ഡലം, പെരമ്പൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ മത്സരിച്ച് വിജയിച്ച് ഒരു മണ്ഡലം, തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് ഉൾപ്പെടെ 2 മണ്ഡലങ്ങളിൽ മത്സരിച്ച് ഒരു മണ്ഡലം ഒഴിയുമ്പോൾ അവിടെ തൃഷ മത്സരിച്ചേക്കുമെന്ന സൂചനകൾ വരെ ഉണ്ടായിരുന്നു. എന്നാൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർദ്ദേശിച്ചുകൊണ്ടുള്ള നടപടിയാണ് പിന്നീട് ഉണ്ടായത്. ഏതായിരുന്നാലും തൃഷയുമായി ചേർത്ത് വെച്ചുള്ള ഒരുപാട് കഥകൾ, അങ്ങനെയുള്ള ആക്ഷേപങ്ങളൊക്കെ തന്നെ വിജയ് നേരിടേണ്ടി വന്നിരുന്നു. പ്രത്യേകിച്ച് DMKയുടെ ഭാഗത്ത് നിന്ന് അത് ഒരു പരിധി വിട്ട് ഉദയനിധി സ്റ്റാലിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പരാമർശം ഉണ്ടായി എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യം. അവിടെയാണ് തമിഴ്നാട് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായിരിക്കുന്നത്. ഇത് തീർച്ചയായും TVK സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള ഒരു അറസ്റ്റാണ്. ഒരു ചരിത്രം കൂടി ഇവിടെ ഓർത്തു പോവുകയാണ്. 2001 കരുണാനിധിയെ ജയലളിതയുടെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ദൃശ്യം കൂടി ഇപ്പോൾ മനസ്സിലേക്ക് വരികയാണ് സജിത്ത്. ഇങ്ങനെ ഉദയനിധിയുടെ മുത്തച്ഛനെ, അച്ഛൻ്റെ അച്ഛനെ ഇങ്ങനെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്.